നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മരിക്കുന്നതിന് തലേന്ന് കൂട്ടുകാരിക്ക് ഷൈനി അയച്ച ഒരു ശബ്ദ സന്ദേശമാണിത്. ഒരു ജോലിക്ക് വേണ്ടി അവർ എത്രമാത്രം ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ കൃത്യമായ സാക്ഷ്യപത്രം. ആ ശബ്ദ സന്ദേശം ഇങ്ങനെ: ഡ്യൂട്ടിയിലാണോ എടി? ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും ഉണ്ടോ അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? എടി, ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ, ഒരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NCLEX എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ലതും ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസൊക്കെ വിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേറെ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് വരുന്നത്. ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് തരാനുള്ള പൈസ അയക്കുക കാണണം. അത് എന്താ ചെയ്താന്നറിയത്തില്ല. അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു ജോലിക്കായി ഷൈനി മുട്ടാത്ത വാതിലുകളുണ്ടായിരുന്നില്ല. ഇപ്പോൾ ന്യായീകരിച്ച് മെഴുകി ഒരു പരുവമാക്കുന്ന സഭാധികൃതർ ഇവരുടെ ഈ വാക്കുകൾക്ക് എന്തു മറുപടി നൽകും? കൂട്ടുകാരിക്ക് ഈ ശബ്ദ സന്ദേശം അയക്കുമ്പോൾ അവളുടെ വാക്കുകളിൽ പതർച്ചയുണ്ടായിരുന്നു എങ്കിലും മരണത്തിൻ്റെ മണിമുഴക്കമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ശബ്ദ സന്ദേശം അയച്ച് തൊട്ടു പിന്നാലെ ഭർത്താവ് നോബിയുടെ മറ്റൊരു സന്ദേശം. അതാവണം ഷൈനിയുടെ ഹൃദയം തകരാനുള്ള കാരണം. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നതും ആ ശബ്ദ സന്ദേശത്തെക്കുറിച്ചാണ്. ഏറ്റവും ഒടുവിൽ ഷൈനിക്ക് വന്ന നോബിയുടെ ആ സന്ദേശം എന്താണ്? അതാവണം അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. എന്തിനാണ് ആ സ്ത്രീ 2 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് നടന്നുപോയത് എന്ന് ചോദിക്കുന്നവരേറെയുണ്ട്. അവർക്കൊക്കെയുള്ള ഉത്തരമാണ് വളരെ എളിമയുള്ള ഷൈനിയുടെ ഈ വാക്കുകൾ. ഒരു വശത്ത് ഭർത്താവിൻ്റെ ശാരീരിക പീഡനം. BSc നേഴ്സിംഗ് പഠിച്ചുവെങ്കിലും കഴിഞ്ഞ 9 വർഷമായി ജോലിക്കയക്കാതെ വീട്ടിൽ ഒരു പണിക്കാരിയെപ്പോലെ അവരെ തടഞ്ഞു വെച്ചിരുന്നു. കുടുംബ ബന്ധങ്ങൾ ഇണക്കിച്ചേർക്കാൻ നടക്കുന്ന സഭയിലെ വൈദികർ, അതുപോലൊരു വൈദികൻ ആ വീട്ടിലുമുണ്ടായിരുന്നു. എന്നാൽ കുടുംബ ബന്ധങ്ങൾ ഇണക്കിച്ചേർക്കാനായിരുന്നില്ല അയാൾ ശ്രമിച്ചത്. പകരം ഷൈനിയെയും 2 പെൺകുട്ടികളെയും വേട്ടയാടി. സത്യം ജയിക്കാനായി സമൂഹ മാധ്യമങ്ങളിൽ പൊരുതുന്ന ജ്ഞാനായ സഭാവിശ്വാസികൾ, മറുവശത്ത് തൊടുപുഴ ചുങ്കം നിവാസികൾ. ഇപ്പോഴിതാ ഈ കഴിഞ്ഞ ദിവസം വാസവൻ മന്ത്രി നമ്മുടെ ഷൈനിയുടെ വീട്ടിലെത്തി. ഇപ്പോൾ പൂർണ്ണ പിന്തുണ സർക്കാർ തലത്തിൽ നിന്ന് വാസവൻ അറിയിച്ചു. നീതി നിഷേധിക്കപ്പെടുമ്പോൾ തീയായി മാറുന്ന കാഴ്ചയാണ് ഷൈനിയുടെ മരണത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത്. വിടരും മുൻപേ കൊഴിഞ്ഞ 2 പെൺകുട്ടികൾ. സോഷ്യൽ മീഡിയയിലെ അവരുടെ കളിച്ചിരികൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. 1000 അമ്മമാരുടെ, സഹോദരിമാരുടെ, ഭാര്യമാരുടെ ശബ്ദമായി ഷൈനിയും 2 പെൺമക്കളും കേരളത്തിൽ മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സാമൂഹിക പിന്തുണ അവർക്ക് ലഭിക്കുന്നത്. ഇപ്പോഴും നിശബ്ദരായിരിക്കുന്ന സഭാധികൃതർക്ക് ഉത്തരം മുട്ടുന്നതും അവിടെയാണ്. വെള്ളവസ്ത്രം ധരിച്ചാൽ പുണ്യാളനാവില്ല എന്ന് വൈദികരോട് ചിലർ പറഞ്ഞു കൊടുക്കുന്നു. പെണ്ണുങ്ങൾ ഇത്രമേൽ പാപമാകരുത് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നു. അടിച്ചാൽ തിരിച്ചടിക്കണമെന്നൊക്കെ ഉപദേശിക്കുന്നവരുണ്ട്. എന്നാൽ ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഷൈനിയുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഏറ്റവുമധികം സ്നേഹിച്ച 3 മക്കൾ. 2 പെൺമക്കളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഷൈനി അവരെയും കൂട്ടി വെളുപ്പാങ്കാലത്ത് ഒരു ട്രെയിനിന് മുന്നിലേക്ക് നടന്നു പോകുന്നു. അവൾ ജോലിക്കായി അപേക്ഷിച്ച സ്ഥലങ്ങളിലൊക്കെ ആ വൈദികൻ ഇടങ്കോലുമായി ചെല്ലുന്നു. വല്ലാത്ത വേദന അനുഭവിച്ചാണ് ഷൈനി ആ 2 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് നടന്നു കയറിയത് എന്ന് വ്യക്തം. ലോക്കോ പൈലറ്റ് വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ച് കലങ്ങും. ആ അമ്മയുടെയും 2 കുട്ടികളുടെയും മരണത്തിന് കാരണക്കാരായ ഒരാളെയും വെറുതെ വിടരുത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ജനം പറയുന്നതും അതുകൊണ്ട് തന്നെ. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള നോബി എല്ലാം കുമ്പസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തനിക്ക് തെറ്റുപറ്റി എന്ന് നോബി പോലീസിന് മുന്നിൽ കുമ്പസരിച്ചു.
മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു പുരോഹിതനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, ആ പുരോഹിതനെ സഭയിടപെട്ട് എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിലെത്തിക്കണം. ഷൈനിയുടെയും പെൺമക്കളുടെയും മരണത്തിന് നോബി അറസ്റ്റിലായി. ഇനി ബോബി ചെറിയൽ എന്ന പുരോഹിതനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവിടെയും തീരരുത് കുറ്റവാളികളെക്കുറിച്ചുള്ള തിരച്ചിലുകൾ. ഒരു ജോലിക്ക് വേണ്ടി അവൾ സമുദായത്തിലെ എത്രയെത്ര സ്ഥാപനങ്ങളിലേക്ക് കടന്നു ചെന്നു. അവരൊക്കെ ഈ പാതകത്തിന് ഉത്തരവാദികളല്ലേ? ഷൈനിക്കെതിരെ സ്വന്തം മകനെ കൊണ്ട് പോലീസിൽ കേസ് കൊടുപ്പിച്ചതും പിന്നീട് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു എന്ന പേരിൽ അവളെ കബളിപ്പിച്ചതും വിദേശത്തേക്ക് പോകാതിരിക്കാൻ മകനെ കൊണ്ടു നൽകിയ കേസ് പിന്നീട് മൂപ്പിക്കുന്നതുമൊക്കെ ആ നോബിയുടെ സഹോദരൻ വൈദികനായ ബോബിയല്ലേ? ഷൈനിക്ക് ഭർത്താവ് നോബിയുടെ വധഭീഷണി നേരത്തെ മുതലുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് പറയുന്നത്. ഭർത്തൃവീട്ടിലെ പീഡനം അറിഞ്ഞപ്പോൾ മുതൽ പലവട്ടം അവളോട് പറഞ്ഞതാണ് വീട്ടിലേക്ക് വരാൻ. എന്നാൽ അവൾ വന്നില്ല. നോബി ക്രൂരമായി തല്ലിച്ചതയ്ക്കുമ്പോഴും അവൾ പ്രതികരിക്കാതെ പഞ്ചപാവമായി നിന്നു. നിസ്സഹായരായ ഷൈനിയുടെ കുടുംബം, മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത അമ്മയും മക്കളും, അവർക്ക് നീതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഈ കേരളത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.